നൽകിയത്. നമ്മൾ ഇനി ധർമ്മസ്ഥലയിലേക്ക് പോവുകയാണ്. അവിടെ വലിയ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് കെ വി ബൈജു അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുടെ തെളിവെടുപ്പ് നടത്താതെ പോലീസ് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെ അഭിഭാഷകർ ആ സ്ഥലത്തെത്തി. അവർ ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തിരുന്നു. അതിനുശേഷം അഭിഭാഷക സംഘം സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തെളിവെടുപ്പ് ഇന്ന് നടക്കാത്തതെന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ് ആണ്. കെ വി ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ബൈജു, വലിയ നാടകീയ രംഗങ്ങൾ ഇപ്പോഴും ധർമ്മസ്ഥലയിൽ നടക്കുന്നു. എന്താണ് ഇന്നത്തെ തെളിവെടുപ്പ് മുടങ്ങാനുള്ള കാരണം? പോലീസ് എന്തുകൊണ്ട് പിന്മാറി? രേണുക, നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. 3 മണിയോടുകൂടി ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതിനായി അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിൽ തെളിവെടുപ്പെന്നും വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് അഭിഭാഷക സംഘം അവിടെ എത്തി 1 മണിക്കൂറോളം കാത്തിരുന്നത്. ആ പ്രദേശത്ത്, അതായത് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി ആ സ്ഥലത്ത് അഭിഭാഷകർ എത്തി. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താത്തതിനെ തുടർന്ന് അഭിഭാഷക സംഘം മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. ഈ സംഭവത്തിൽ എന്താണ് ഇന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ കാരണമെന്ന് പോലീസ് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പോലീസ് ഇതിൽ ഒരു പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. SP ഉൾപ്പെടെ ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ SP ഒന്നും എത്തിയിട്ടില്ല. എന്നാലും ഇന്ന് വലിയ പ്രതീക്ഷ, നിർണായകമായ തെളിവുകൾ ഇന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഒരു നടപടികളിലേക്ക് പോലീസ് ഇന്ന് കടക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മൃതദേഹം എടുത്തത് ഈ സ്ഥലത്ത് നിന്നാണ്. അവിടെയാണ് 100 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ താൻ കുഴിച്ചിട്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നത്. അവിടെ തെളിവെടുപ്പ് നടത്തി ഇത്തരം നടപടികളിൽ കടക്കാനായിരുന്നു പോലീസിന്റെ ഇന്നത്തെ തീരുമാനം. അങ്ങനെയായിരുന്നു പോലീസിന്റെ അറിയിപ്പും. പക്ഷേ അഭിഭാഷകരും അത് കൃത്യമായി 3 മണിക്ക് തന്നെ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എന്താണ് ഈ തെളിവെടുപ്പ് ഇന്ന് നടത്താതിരിക്കാൻ കാരണമെന്ന് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി എന്നാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിൽ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഈ ധർമ്മസ്ഥലയിൽ ഉള്ളതെന്ന് പറയണം. ഇതിനിടയിലും നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നത് തന്നെയാണ്. എന്തായാലും അത് ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ധർമ്മസ്ഥലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അനന്യ ഭട്ടിന്റെ 2003 കാണാതായ അനന്യ ഭട്ടിന്റെ കേസിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം 23 വർഷമാകുമ്പോഴേക്കും ആരംഭിച്ചത്. അത് അന്ന് അമ്മ സുജാത ഭട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് അത് പരാതി കേൾക്കാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ആ കേസിൽ ധർമ്മസ്ഥല പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ അനന്യയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ഇന്നലെയാണ് SP-ക്ക് പരാതി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് വളരെ പ്രധാനമാണ്. എന്നാണ് ഇനി തെളിവെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കാത്തിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റിയും. എപ്പോഴും തെളിവെടുപ്പ് നടക്കുമെന്ന കാര്യത്തിൽ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നു. പോലീസ് സുരക്ഷയിലായിരുന്നു ശുചീകരണ തൊഴിലാളി ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് സംഘം എത്താതിനെ തുടർന്നാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കാതെ പോയത്. എന്തായാലും നാടകീയ സംഭവങ്ങൾ തുടരുക തന്നെയാണ്. ബൈജു, ഇപ്പോ ഈ അനന്യ ഭട്ടിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും മറ്റും പറഞ്ഞത് ഒരസ്ഥിയെങ്കിലും കിട്ടൂ, മറ്റ് കർമ്മങ്ങൾ ചെയ്യാനുള്ള അതെങ്കിലും കണ്ടെത്തി തരൂ എന്നാണ്. അപ്പോൾ എത്രയെത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ ഉറ്റവരെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വർഷങ്ങളായി നേരിക്കഴിയുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലെങ്കിലും ഇനി ആവശ്യമുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് പല കോണിൽ നിന്ന് നടക്കുന്നത്. അപ്പോൾ അതൊരു ഇഞ്ച് പോലും മുന്നോട്ട് നീക്കില്ല എന്നതാണോ അധികൃതർ സ്വീകരിക്കുന്ന നിലപാട്? അത്രമാത്രം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഈ സംഭവങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ ഈ തെളിവെടുപ്പ് പോലും കൃത്യമായി നടക്കാതെ പോലീസ് ഉരുണ്ടു കളിക്കുന്നതിനുള്ള പ്രധാന കാരണം? തീർച്ചയായും കോടതി നിർദ്ദേശമുണ്ട് രേണുക. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ നൽകാനും കോടതി ഉത്തരവുണ്ട്. ഇത്തരത്തിലെല്ലാം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഇപ്പോഴും 7 ദിവസത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരു അന്വേഷണം പോലും നടത്താതെ പോലീസ് ഉരുണ്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. എന്തായാലും ഈ അനന്യ ഭട്ടിന്റെ കേസിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 23 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ആ അമ്മയ്ക്ക്. ഏറ്റവും ഒടുവിലായി അമ്മ പരാതി നൽകുന്നു. പരാതിയിൽ കേസ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നു. പക്ഷേ അപ്പോഴും അമ്മയ്ക്ക് ജീവനോടുകൂടി തന്റെ മകളെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്, അന്ത്യകർമ്മം ചെയ്യാൻ എങ്കിലും ഒരു അസ്ഥിയെങ്കിലും എനിക്ക് ലഭിക്കണം എന്നാണ്. അതിൽ ഏറ്റവും നിർണായകമാവുക ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി ഈ പ്രദേശം കുഴിച്ചെടുത്താൽ DNA പരിശോധനയോടുകൂടി നടത്തിയാൽ അനന്യ ഭട്ടിന്റെ ഈ ഒരു മൃതദേഹം എങ്കിലും
അവിടുന്ന് ലഭിക്കും എന്ന ആ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതാണ് വലിയ ദുരൂഹതയുയർത്തുന്നത്. ഇപ്പോഴും എന്താണ് ഇതിലൊരു തടസ്സം? പണവും മറ്റു ഉന്നത സ്വാധീനവും ഇപ്പോഴും ഇതിൽ ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നത്. എന്തായാലും ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പോലീസ് ഇത്തരത്തിൽ ഈ കുടിച്ചെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, പരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി അവിടെയുള്ള എല്ലാ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളും, മൃതദേഹ അവശിഷ്ടങ്ങളും തങ്ങൾ ഇത്തരത്തിൽ പൊളിച്ചെടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അവസാനമായി പോലീസിന് ഏറ്റവും അവസാനമായി പോലീസിന് ഒരു ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് കണ്ട് അദ്ദേഹം തന്നെ ഇവർക്ക് ഉറപ്പ് കൊടുത്തതാണ് പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും, അത്തരം നടപടികളിൽ പോലീസ് കടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇന്ന് വളരെ നിർണായകമായ ഒരു നീക്കങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഏറ്റവും ഒടുവിലായി 1 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഇവർക്ക് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. എന്തായാലും ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ വീണ ഭൂമിയാണ്, ഒരുപാട് രഹസ്യങ്ങൾ ആ മണ്ണിനടിയിലുണ്ട്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനി എന്നാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇനി നാളെ ഉണ്ടാകുമോ, എന്താണ് ഇതിന് നീട്ടിവെക്കാനുള്ള കാരണം, അതൊന്നും ഇതുവരെ വ്യക്തമല്ല. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. പോലീസുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. നിലവിൽ ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്താത്തത് സംബന്ധിച്ച് ഒരു മറുപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. രേണുക. ശരി, കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വലിയ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോഴും തുടരുന്നത്. ഇന്ന് നടക്കേണ്ട തെളിവെടുപ്പും മാറ്റിവെച്ചിരിക്കുകയാണ് അവസാന നിമിഷം. യാതൊരു അറിയിപ്പുമില്ല. പോലീസ് ഈ ശുചീകരണ തൊഴിലാളിയുമായി തെളിവെടുപ്പിന് എത്താതെ ഇരിക്കുകയായിരുന്നു. അവിടെ എത്തിയ അഭിഭാഷകർക്ക് 1 മണിക്കൂറോളം കാത്തിരുന്ന് മടങ്ങേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി. കോടതി ഇടപെട്ടിട്ടും നടപടികൾ ഇഴയുന്നു. വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് സാഹചര്യം.